بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അഭിവന്യരായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് സൂറത്താണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. യൂസുഫ് സൂറത്തിലെ 70 ആയത്തുകൾ കഴിഞ്ഞ വീഡിയോകളിലായി എടുത്തു കഴിഞ്ഞു. ഇന്ന് മുതൽ 71-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا وأقبلوا عليهم ماذا تفقدون. 71-ാമത്തെ ആയത്ത്. കഴിഞ്ഞ വീഡിയോയിൽ 70-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു, ഈ സഹോദരന്മാര് ബിന്യാമീനൊക്കെ ആയിട്ട് വന്നു. അവര് അളവ് സാധനങ്ങളെല്ലാം അളന്ന് കിട്ടിയതിന് ശേഷം അവർ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ആ സമയത്ത് ബിന്യാമീൻ്റെ, അതായത് സഹോദരൻ്റെ ഭാണ്ഡത്തിൽ അല്ലെങ്കിൽ സാധനങ്ങളുടെ കൂട്ടത്തിൽ രാജാവിൻ്റെ അളവ് പാത്രം വെക്കാൻ യൂസുഫ് കൽപ്പിച്ചു ഉദ്യോഗസ്ഥന്മാരോട്. യൂസുഫ് അലൈഹിസ്സലാം കൽപ്പിച്ചു. അതനുസരിച്ച് അളവ് പാത്രം ബിന്യാമീൻ്റെ സാധനങ്ങളിൽ വെച്ചു. എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് ഒരാൾ വിളിച്ചു പറയാണ്, യാത്രാസംഘമേ, നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന്. ഇത് കേട്ടപ്പോൾ അവര് തിരിച്ചു ചോദിക്കുകയാണ്. കാലു, അവർ ചോദിച്ചു. ആര്? ബിന്യാമീൻ്റെ സഹോദരനും അടങ്ങിയ സംഘം ചോദിച്ചു. അല്ല, ബിന്യാമീൻ ചോദിക്കുന്നൊന്നുമില്ല, അവര് മറ്റുള്ള സഹോദരന്മാര് എല്ലാവരും കൂടി ചോദിച്ചു. അക്ബലു അലൈഹിം, അവരുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. മാതാ തഫ്ഖിദൂൻ, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ മോഷ്ടാക്കളാണെന്ന്, നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. കാലു, അപ്പൊ അവര് പറയാണ്, രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാർ പറയാണ്, അല്ലെങ്കിൽ യൂസുഫിന്റെ ഉദ്യോഗസ്ഥന്മാർ പറയാണ്, നഫ്ഖിദു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, സുആൽ മലിക്ക്, രാജാവിന്റെ അളവ് പാത്രം. ഞങ്ങൾ ധാന്യങ്ങളൊക്കെ അളന്നു കൊടുക്കുന്ന പാത്രം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു, കാണാനില്ല ഇവിടെ. വലിമൻ ജാഅ ബിഹി, ഇത് കൊണ്ടുവരുന്നവർക്ക് നൽകപ്പെടുന്നതാണ്. ഹിൻഡ് ബൈരിൻ, ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന അത്ര ധാന്യം അളന്ന് നൽകുന്നതാണ്. വാന ബിഹി ജായിം, അത് അങ്ങനെ നൽകപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയാം. അപ്പോൾ രാജാവിൻ്റെ അളവുപാത്രം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട് അത് കൊണ്ടുവന്ന് തരുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കപ്പെട്ടു. എന്താ? ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം ഫ്രീ ആയിട്ട് കൊടുക്കും. അത്
അങ്ങനെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്, അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള വിവരമാണ് 72-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ രാജാവിന്റെ അളവുപാത്രം നല്ല വിലപിടിപ്പുള്ള സാധനമാണ്, അത് സ്വർണമാണ് വെള്ളിയാണ് എന്നെല്ലാം അഭിപ്രായങ്ങളുണ്ട്. അത് നഷ്ടപ്പെട്ടു, അതെങ്ങനെ കാണാനില്ല എന്നാണ് ഇവരെ ധരിപ്പിക്കുന്നത്. അത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കൽപ്പന അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാര് ബിന്യാമിന്റെ കെട്ടിൽ അത് അല്ലെങ്കിൽ ഭാണ്ഡത്തിൽ അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് നിങ്ങള് മോഷ്ടാക്കളാണ് എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ നിങ്ങളെ ഞങ്ങൾ മോഷ്ടാക്കളാണെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാലു നഫ്ഖദു സുബാഅൽ മലിക് വലിമൻ ജാ ബിഹി ഹിംദു ബഈരിൻ വനബിഹി സഈം. ഞങ്ങള് രാജാവിന്റെ അളവുപാത്രം, ഞങ്ങൾ അളന്നു കൊടുക്കുന്ന പാത്രം അത് നഷ്ടപ്പെട്ടു, അത് കൊണ്ടുവന്ന് തരുന്നവർക്ക് ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും. വനബിഹി സഈം, അങ്ങനെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്, അത് എനിക്ക് ഉറപ്പുണ്ട് കിട്ടുമെന്ന്. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഈ സഹോദരന്മാർ പറയാണ്, കാലു, അവർ പറഞ്ഞു, തല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലഖദ് അലിംതും, നിങ്ങൾക്കറിയാം, മാ ജിഇന, ഞങ്ങൾ വന്നിട്ടില്ല, ഈ ഈജിപ്തിന്റെ ഭൂമിയിൽ ഈജിപ്തിൽ ഞങ്ങൾ വന്നിട്ടില്ല, ലിനുഫ്സിദ, ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആപത്തുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ല, ഫിൽ അർലി, ഈ പ്രദേശത്ത്, ഈജിപ്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ വന്നതെന്ന് നിങ്ങൾക്കറിയാം. ഒമാ കുന്ന, ഞങ്ങളല്ല സാരിഖിൻ, മോഷ്ടാക്കളുമല്ല, ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നില്ല, ഇപ്പോഴും ഞങ്ങൾ മോഷ്ടാക്കളല്ല, മുമ്പും ഞങ്ങൾ മോഷ്ടാക്കളായിട്ടില്ല എന്നുള്ള വിവരം അവർ ധരിപ്പിച്ചു. ഞങ്ങൾക്ക് മോഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യമില്ല, ഞങ്ങൾ മോഷ്ടാക്കളല്ല എന്ന് തീർത്ത് പറയണത്. കാലൂ തല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് സത്യം ചെയ്തിട്ടാ പറയുന്നത്, ലഖദ് അലിംതും, നിങ്ങൾക്കറിയാം, മാജീന, ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വന്നിട്ടില്ല, ലിനുഫ്സിദ, ഈ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി, ഫിൽ അർളി, ഈ പ്രദേശത്ത്, വമാ, ഞങ്ങൾ ധാന്യം മറന്നു വാങ്ങാൻ വേണ്ടി വന്നവരാണ്, അല്ലാതെ ഇവിടെ പ്രശ്നമുണ്ടാക്കാനോ എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കാനോ വേണ്ടി വന്നതല്ല ഞങ്ങൾ എന്നുള്ള കാര്യം അവർ പറഞ്ഞു. അപ്പോൾ യൂസുഫിന്റെ ആളുകൾ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ പറയുകയാണെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്, കാലു, അവർ പറഞ്ഞു, ഫമാ ജസാഉഹു, എന്നാൽ അതിന്റെ ശിക്ഷ, എന്ത് ശിക്ഷയാണ് നൽകപ്പെടുക, ഇങ്കുന്തും കാദിബിൻ, നിങ്ങൾ പറയുന്ന കളവാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മോഷ്ടാക്കളല്ല എന്ന് പറഞ്ഞു, പക്ഷെ ഈ സാധനം നിങ്ങളുടെ ഭാണ്ഡത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഫമാ ജസാഉഹു, അതിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്, ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ കാദിബീന, നിങ്ങൾക്ക് പറയുന്ന കളവാണെങ്കിൽ ഇതിന് എന്താണ് ശിക്ഷ നൽകേണ്ടത് എന്നവർ ചോദിച്ചു. ആലു, അപ്പോൾ ഈ സഹോദരന്മാർ പറഞ്ഞു, അവർ പറഞ്ഞു, ജസാഉഹു, അതിന്റെ പ്രതിഫലം, അതിന്റെ ശിക്ഷ, മം ഉജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു, ആരുടെ ഭാണ്ഡത്തിലാണോ ഇത് കാണപ്പെട്ടത്, ഫഹുവ ജസാഉഹു, അവൻ തന്നെയാണ് അതിന് ശിക്ഷ. അവൻ തന്നെയാണെന്ന് പറഞ്ഞാൽ ആരുടെ ഭാണ്ഡത്തിൽ കാണപ്പെട്ടോ അവന് നിങ്ങൾക്ക് പിടിച്ചു വെക്കാം. അങ്ങനെയാണല്ലോ, തെറ്റ് ചെയ്ത ആളാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്ന് വരുമ്പോൾ, ഒരു മോഷിച്ച ഒരാളുണ്ടെങ്കിൽ ആ ആള് അവിടെ നിങ്ങൾ പിടിച്ചു വെക്കണം. കദാലിക, ഇതേ രീതിയിൽ, നജ്സി, നമ്മൾ പ്രതിഫലം നൽകും, മന്ദാലിമീന, അക്രമികളായ ആളുകൾക്ക് ഇങ്ങനെയാണ് നമ്മൾ പ്രതിഫലം നൽകുക. ഇത് 75-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. കാലൂ ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു കദാലിക നജ്സിൽ ളാലിമീൻ. പിന്നെ 76-ാമത്തെ ആയത്ത്, ഫബദഅ ബിഅവഇയതിഹിം, ഇവര് പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ്. ഓരോരുത്തര്
ഭാണ്ഡങ്ങൾ പരിശോധിക്കുക. സഹോദരൻ്റെയും മറ്റുള്ള സഹോദരന്മാരുടെയും ബിന്യാമിൻ്റെയും ഇത് ഭാണ്ഡങ്ങൾ വെവ്വേറെയായിട്ട് പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ പരിശോധന തുടങ്ങി. ബിഔഇയത്തിഹിം, അവരുടെ ഭാണ്ഡങ്ങൾ ആണ് ആദ്യമായിട്ട് പരിശോധിച്ചത്. കപില വിആഇ അഖീഹി, സഹോദരൻ ബിന്യാമീന്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ പരിശോധിച്ചു. അപ്പോൾ അതിലൊന്നും കണ്ടില്ല. സഹോദരന്മാരുടെ ഭാണ്ഡം പരിശോധിച്ച് നോക്കിയപ്പോൾ അതില് ഈ അളവുപാത്രം കാണാനില്ല. അങ്ങനെ പിന്നെ ബിന്യാമിന്റെ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ സുമ്മസ്തഖ്റജഹ, അതിനെ പുറത്തെടുത്തു. സഹോദരന്റെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരനായ ബിന്യാമിന്റെ ഭാണ്ഡത്തിൽ നിന്ന് അത് പുറത്തെടുത്തു. ആ പരിശോധനയിൽ കിട്ടി. അപ്പോ സഹോദരനാണ് മോഷ്ടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ തെളിവുകൾ പറയുന്നത്. തെളിവ് കൊണ്ട് ബിന്യാമീൻ എടുത്തിട്ട് അത് അവന്റെ ഭാണ്ഡത്തിൽ വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. എന്നാൽ സത്യം അതല്ലല്ലോ. കദാലിക്ക, ഇപ്രകാരം കിദിന, നമ്മൾ ഒരു തന്ത്രം പ്രയോഗിച്ചു യൂസുഫിന് വേണ്ടി. യൂസുഫ് അലൈഹി സ്വലാമിന് ബിന്യാമീനെ ഇവരുടെ കൂടെ അയക്കണമെന്നല്ല ആഗ്രഹം. ബിന്യാമീനെ ഇവിടെ പിടിച്ചു നിർത്തണം. അതിനുള്ളൊരു തന്ത്രം നമ്മൾ പ്രയോഗിച്ചു എന്നാണ് ആര് പറയുന്നത്? അല്ലാഹു തആല പറയുന്നത്. കിദിന, നമ്മൾ പ്രയോഗിച്ചു, തന്ത്രം പ്രയോഗിച്ചു യൂസുഫ് അലൈഹി സ്വലാമിന് വേണ്ടി. മാക്കാന, കാരണം എന്താ? മാക്കാന, യൂസുഫ് നബി അലൈഹി സ്വലാം ആയിരുന്നില്ല ലിയഖുദ, അദ്ദേഹം പിടിച്ചു വെക്കുന്ന ആളായിരുന്നില്ല ഹാഹു, തന്റെ സഹോദരനെ. യൂസുഫ് അലൈഹി സ്വലാം യൂസുഫിന്റെ സഹോദരൻ ബിന്യാമീനെ പിടിച്ചു വെക്കാൻ പറ്റില്ലായിരുന്നു. ഫീ ദീനിൽ മലിക്കി, രാജാവിന്റെ നിയമം അനുസരിച്ച് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ എങ്ങനെയാണ് പിടിച്ചു വെക്കുക? ആ പിടിച്ചു വെക്കുവാനുള്ള ഒരു തന്ത്രം നമ്മൾ ഉണ്ടാക്കി യൂസുഫിന് വേണ്ടി എന്ന് പറഞ്ഞത്. അതിനാണ് യൂസുഫ് അലൈഹിസ്സലാം, ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ്. അല്ലാതെ വഹി അനുസരിച്ചാണ്, യൂസുഫ് അലൈഹിസ്സലാമിനെ തോന്നിപ്പിച്ചത് അനുസരിച്ചാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ചെയ്തതൊക്കെ. അതിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം, ഈ ബിന്യാമീനെ യൂസുഫിന് കിട്ടണം. ബിന്യാമീനെ യൂസുഫിന് കിട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കണം. അതിനു വേണ്ടിയുള്ള ഇതാണ് ചെയ്തത്. ബിന്യാമീന്റെ ഭാണ്ഡത്തിൽ ഈ അളവുപാത്രം നിക്ഷേപിക്കുകയും അങ്ങനെ ബിന്യാമീനെ മോഷ്ടിച്ചു എന്നുള്ള ആരോപണം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴല്ലേ ബിന്യാമീനെ അവിടെ നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ഒരാളെ പിടിച്ചു നിർത്താനോ പിടിച്ചു വെക്കാനോ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. മലിക്ക്, രാജാവിന്റെ നിയമം അനുസരിച്ച് തന്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ യൂസുഫിനാവില്ല. അള്ളാഹു തആല ഉദ്ദേശിച്ചാലല്ലാതെ. നർഫഉ ദറജാത്തിൻ മൻ നശാഉ, നമ്മൾ ഉദ്ദേശിച്ചവർക്ക് സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കും. വഫൗക കുല്ലി ദീ ഇൽമിൻ, എല്ലാ അറിവുള്ളവരുടെയും മേലെയുണ്ട് അലീമുൻ, ഒരു സർവജ്ഞാനിയായ അള്ളാഹു ഉണ്ട്. 76-ാമത്തെ ആയത്താണിത്. ഇനി പറയുന്നത് ഖാലൂ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബ്ൽ ഫഅസറഹാ യൂസുഫ് ബിനഫ്സിഹി വലം യുബ്ദിഹാ ലഹും ഖാല അൻതും ശർറും മകാനൻ വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ. 77-ാമത്തെ ആയത്താണ്. ഖാലൂ, അവർ പറഞ്ഞു, ഈ സഹോദരന്മാര് പറഞ്ഞു, ഈ ബിന്യാമിന്റെ ഭാണ്ഡത്തിൽ നിന്ന് ഈ രാജാവിന്റെ അളവുപാത്രം കിട്ടി എന്നുള്ളത് കണ്ടപ്പോൾ പിന്നെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പരസ്യമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് ബിന്യാമിന്റെ ഭാണ്ഡത്തിൽ. അപ്പോൾ അവര് പറയാണ്, ഈ യസ്രിഖ് അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ
ഫഖദ് സറഖ അഖുല്ലഹു, ഇവന്റെ സഹോദരൻ മോഷ്ടിച്ചിട്ടുണ്ട്, മിൻ ഖബ്ലു, പണ്ട്. മുമ്പ് ഇങ്ങനെ ഇവന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫിന്റെ മുന്നിൽ വെച്ചിട്ട് പറയണ, അതായത് യൂസുഫ് ആരാണ് ഏതാണെന്നൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. യൂസുഫിന് അറിയാം സഹോദരന്മാരാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് യൂസുഫിനെ സംബന്ധിച്ച് അറിയില്ല. അപ്പൊ അവര് പറയാണ്, ഇപ്പൊ ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയൊന്നുമില്ല. കാരണം മുമ്പ് യൂസുഫിന്റെ സഹോദരൻ ഇവന്റെ സഹോദരൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഇവന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി ഇസ്ലാമാണ്, ബിന്യാമിന്റെ സഹോദരൻ. അത് വ്യക്തമാക്കി പറഞ്ഞില്ലെങ്കിലും, യൂസുഫ് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞില്ലെങ്കിലും, ഈ ബിന്യാമീന്റെ സഹോദരൻ മുമ്പ് മോഷ്ടിക്കേണ്ടായിട്ടുണ്ട്, ഒരു വിഗ്രഹത്തെ കട്ടെടുത്തിട്ടുണ്ട് എന്നാണ് ചരിത്രം. അപ്പോ അതാണ്, അതിലേക്കാണ് ഇവര് സൂചന കൊടുത്തത്. ഫസറഹ, അപ്പോൾ അത് യൂസുഫ് അതിനെ രഹസ്യമാക്കി വെച്ചു. യൂസുഫ് അലൈഹിസ്സലാം ഫീ നഫ്സി, അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇവര് പറഞ്ഞതിന് ബലം യുബ്ദിഹ, അതിനെ അദ്ദേഹം വെളിവാക്കിയില്ല, ലഹും, അവരോട് വെളിവാക്കിയില്ല. അതായത് കാല, എന്നിട്ട് യൂസുഫ് പറയാണ്, അന്തും ശർറും മക്നോന്, നിങ്ങളാണ് ഏറ്റവും മോശമായ ആളുകൾ, മക്കാനൻ, നിലപാടിനാൽ ഏറ്റവും മോശമായ ആളുകൾ നിങ്ങളാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, അത് വെളിവാക്കിയില്ല എന്നർത്ഥം. ഫസറഹ കാലു, ഈ സ്ഥിതിക്ക് ബിന്യാമീൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയമില്ല. കാരണം ഫഖദ് സറഖ, മോഷ്ടിച്ചിട്ടുണ്ട്, അഖുൻ ലഹു, അവന്റെ സഹോദരൻ പണ്ട്, മിൻ ഖബ്ലു, പണ്ട് മോഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫസറഹ, അത് രഹസ്യമാക്കി വെച്ചു. ഇവര് പറഞ്ഞ വാചകത്തിന് ഒരു മറുപടി പറയേണ്ട യൂസുഫ്, ആ മറുപടി അദ്ദേഹം രഹസ്യമാക്കി വെച്ചു. ഫസറഹ യൂസുഫ് ഫീ നഫ്സിഹി, അദ്ദേഹത്തിന്റെ മനസ്സിൽ. വലം യുബ്ദിഹ, അത് വെളിവാക്കിയില്ല, ലഹും, അവരോട് വെളിവാക്കിയില്ല. എന്നിട്ട് കാല, യൂസുഫ് പറയാണ്, അന്തും, നിങ്ങള് ശർറും മക്കാനൻ, നിങ്ങള് നിലപാട് വളരെ മോശമായ ആളുകളാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയാം, അത് വെളിവാക്കി പറഞ്ഞില്ല അവിടെ. വല്ലാഹു അഅലമു, അല്ലാഹു തആല അറിയുന്നവനാണ്, ബിമാ തസിഫൂൻ, നിങ്ങൾ ഈ കെട്ടിയുണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 77 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഇനി 78 മുതൽക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.